രാജ്യസഭാ സീറ്റിനു വേണ്ടി മുസ്ലിം ലീഗിന് പുറമെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും രംഗത്ത്. ഇനി ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ ഇപ്പോഴത്തെ അവകാശവാദത്തിൽ നിന്നും പിന്മാറാമെന്ന് കോൺഗ്രസ് നേതൃത്വവുമായി തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ കെ എം മാണി സമ്മതിച്ചു. വിവരം ഹൈക്കമാൻഡിനെ അറിയിക്കാമെന്ന് കെ.പി.സി. പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും അറിയിച്ചു. തുടർച്ചയായിട്ട് 67 തൊട്ടുള്ള ഒരു സീറ്റാണ് ലീഗിൻ്റെ എന്നുള്ള നിലയിൽ അത് നിലനിർത്താൻ ലീഗിന് താല്പര്യമുണ്ട്. രണ്ട് ഭാഗത്തും ന്യായങ്ങളുണ്ട്. മാണി സാറിന് പണ്ടൊരു വാക്കുണ്ട്, 2 സീറ്റ് ഒഴിവരുമെന്ന് മാണി സാറിന് കൊടുക്കാമെന്ന് പണ്ടൊരു വാക്കുണ്ടെന്ന് പറഞ്ഞാണ് സാറിൻ്റെ അവകാശവാദം. അതിലും ന്യായമുണ്ട്, എല്ലാത്തിലും ന്യായങ്ങളുണ്ട്. പക്ഷേ സീറ്റൊന്നുള്ളൂ. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി UDF-ൽ ഇപ്പോഴുള്ള പ്രശ്നം ഇതാണ്. ഇത് പരിഹരിക്കാൻ ഉടൻ തന്നെ ചർച്ച. കെ എം മാണിയോടൊപ്പം PC ജോർജും CF തോമസും ജോയി എബ്രഹാമും. മറുവശത്ത് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിക്ക് പുറമെ രമേശ് ചെന്നിത്തലയും PP തങ്കച്ചനും. 2 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇരുവർക്കും ശുഭപ്രതീക്ഷ. AK ആന്റണി രാജ്യസഭയിൽ കണ്ടിന്യൂ ചെയ്യണം, അതിനെപ്പറ്റി യാതൊരു തർക്കവുമില്ല. പക്ഷെ കേരള കോൺഗ്രസിന്റെ ക്ലെയിം പരിഹരിക്കപ്പെടണം. ഇതെങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഹൃദയം തുറന്ന് ചർച്ച നടത്തി. എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനം ഉണ്ടാകും. ഈ സീറ്റിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം UDF-ൽ ഒരു പ്രശ്നമാവില്ല. സ്ഥാനാർത്ഥി AK ആന്റണിയാകുമ്പോൾ ആർക്കും എതിർക്കാനാകില്ലെന്ന് വ്യക്തം. സ്വന്തം കക്ഷിയുടെ അവകാശവാദങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയായിരുന്നു മാണിയുടെ ലക്ഷ്യം. അത് സാധിച്ചുവെന്ന് മുസ്ലിം ലീഗിനെ പോലെ കേരള കോൺഗ്രസിനും ഇനി സമാധാനിക്കാം. മനോരമ